35 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി പഴയന്നൂർ കല്ലേപ്പാടം കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ITI അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഡ്രാഫ്റ്റ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, ഇലക്ട്രീഷ്യൻ, ഫിറ്റർ, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾസ് തുടങ്ങിയ 5 ട്രെയിനിങ്ങുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ITI കല്ലേപ്പാടം, പഴയന്നൂർ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വള്ളത്തോൾ നഗർ യൂണിറ്റ് കൺവെൻഷനും നവാഗതർക്കുള്ള സ്വീകരണവും ചെറുതുരുത്തി നീലാഞ്ചേരി ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വള്ളത്തോൾ നഗർ യൂണിറ്റ് കൺവെൻഷനും നവാഗതർക്കുള്ള സ്വീകരണവും ചെറുതുരുത്തി നീലാഞ്ചേരി ഓഡിറ്റോറിയത്തിൽ നടന്നു. KSSPU സ്റ്റേറ്റ് കമ്മിറ്റി അംഗം VK ഹാരി ഹാബി ഉദ്ഘാടനം ചെയ്തു. എല്ലാ സംഘടനകളെയും കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഈ KSSPU അന്ന് രൂപീകൃതമായി. ഇന്നും അത് എത്രയൊക്കെ സംഘടനകൾ വീണ്ടും മുളച്ചു പൊന്തിയിട്ടും എന്തുകൊണ്ടാണ് ഈ സംഘടന തളരാതെ, അതിൻ്റെ ശക്തി ഒട്ടും കുറയാതെ ഓരോ വർഷവും അത് മുന്നോട്ട് പോകുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. എന്താണ് അതിൻ്റെ പ്രത്യേകത? മറ്റ് സംഘടനകളിൽ പോയ ആളുകൾ ഇപ്പോൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാം കൂടി ഒരു സംഘടന ഉണ്ടാക്കി വളരെ ശക്തമായ പ്രവർത്തനത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോയപ്പോഴാണ് ചില രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഒരു സംഘടന രൂപീകരിച്ചാൽ അത് ചില രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ള തിരിച്ചറിവോടുകൂടി പലരും പല സംഘടനകളും രൂപീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്കറിയാം അതൊക്കെ അതാത് ഗവൺമെൻറ്റുകളെ പ്രീതിപ്പെടുത്താൻ മാത്രമേ ഉപകരിക്കുള്ളൂ. നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ തീർച്ചയായിട്ടും നമ്മളെ പോലുള്ള ഒരു സംഘടന, അതായത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ ഒരു സംഘടനയ്ക്ക് മാത്രമേ കഴിയുള്ളൂ എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. നമുക്ക് ആരുടെ മുന്നിലും, ഇപ്പോൾ പിണറായി ഗവൺമെൻറ് ഭരിക്കുമ്പോഴാണെങ്കിലും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി അന്ന് ഭരിച്ചിരുന്ന കാലത്താണെങ്കിലും ഇനി ആരെങ്കിലും പുതിയത് വരാൻ പോകുന്നവരുടെ കാലത്താണെങ്കിലും നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ വളരെ ശക്തിയോടുകൂടി പറയാൻ നമുക്ക് കഴിയും. കാരണം എന്താ, ആരുടെയും കീഴിലുള്ള ഒരു സംഘടനയല്ല നമ്മൾ. സർവീസിലിരിക്കുന്ന കാലത്തൊക്കെ തന്നെ ഏതെങ്കിലും ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ കീഴിലുള്ളൊരു സംഘടനയിൽ പ്രവർത്തിച്ചിരുന്നവരാണ് ഞാനടക്കം നിങ്ങളെല്ലാവരും തന്നെ പ്രവർത്തിച്ചവരുണ്ടെങ്കിൽ. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ അങ്ങനെ നിന്നുകൊണ്ട് നമുക്ക് കാര്യമില്ല. നമുക്ക് ആരുടെ മുമ്പിലും നമ്മുടെ കാര്യങ്ങൾ തുറന്നു പറയാൻ നമുക്ക് കഴിയണമെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരൊറ്റ സംഘടനയായിട്ട്, പെൻഷൻകാരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന ഒരൊറ്റ സംഘടനയായിട്ട് രൂപപ്പെടണം എന്നുള്ള തിരിച്ചറിവോടുകൂടി തന്നെയാണ് ഈ സംഘടനയ്ക്ക് രൂപം നൽകിയതും ഇപ്പോഴും അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും. യൂണിറ്റ് പ്രസിഡന്റ് TK വേണുഗോപാലൻ കൺവെൻഷൻ പതാക ഉയർത്തുകയും തുടർന്ന് നടന്ന യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയും ചെയ്തു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PK ഗോവിന്ദൻ നവാഗതരെ പരിചയപ്പെടുത്തൽ നടത്തി. ബ്ലോക്ക് പ്രസിഡന്റ് K വിജയരാഘവ പണിക്കർ നവാഗതരെ സ്വീകരിക്കൽ ചടങ്ങ് നടത്തി. യൂണിറ്റ് ട്രഷറർ K സുരേന്ദ്രൻ, മറ്റ് നേതാക്കളായ പരമേശ്വരൻ, ഗോവിന്ദൻകുട്ടി, പ്രസന്ന, ശങ്കരൻകുട്ടി, ഗിരിജ തുടങ്ങിയവർ സംസാരിച്ചു. സെക്രട്ടറി SM മുഹമ്മദ് ജാഫർ സ്വാഗതവും ബ്ലോക്ക് കമ്മിറ്റി അംഗം MK അബ്ദുൾ ലത്തീഫ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് CCV.